നമസ്കാരം. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ വകയില്ലാത്തവരുടെ രക്ഷകനാകുക. അങ്ങനെ നിയമവ്യവസ്ഥയ്ക്കല്ല, സ്വന്തം വ്യവസ്ഥയ്ക്ക് വിധേയനായാണ് താൻ പുറത്തുവരിക എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. ലൈംഗികാധിക്ഷേപ കേസിന്റെ ക്ഷീണം മറികടക്കാൻ കൊട്ടുവാദ്യങ്ങളുടെ അകമ്പടിയോടെ, ഫാൻസിന്റെ പടക്കം പൊട്ടിക്കലോടെ, സ്ത്രീകളുടെ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലോടെ അത്യന്തം നാടകീയമായി ഇറങ്ങി വരിക. ബോബി ചെമ്മണ്ണൂരിന്റെ ഈ സ്വപ്നങ്ങളെല്ലാം ഇന്ന് 8 നിലയിലാണ് പൊട്ടിയത്. കോടതി നിർത്തിപ്പൊരിച്ചതോടെ തൃശൂരിൽ 12 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനവും വേണ്ടെന്ന് വെച്ചു. പിന്നെ താണുകേണുള്ള മാപ്പപേക്ഷ, വാ തുറക്കില്ലെന്ന ഉറപ്പ്, കോടതിയോട് കളിക്കില്ല എന്ന ഏറ്റുപറച്ചിൽ, ഏത് ഫാൻസ് എന്ന തള്ളിപ്പറച്ചിലും. ഉരുണ്ട് പിരണ്ട് അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു ബോബി. ഇന്നലത്തെ ജാമ്യം ബോബിയെ ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടാകില്ല. ജാമ്യ വ്യവസ്ഥകളുടെ മൂർച്ച കുറഞ്ഞതും അയാൾക്ക് പ്രോത്സാഹനമായിട്ടുണ്ടാകും. എന്നാൽ ഇന്നത്തെ ദിവസം ബോബി ഇനി ഒരിക്കലും മറക്കില്ല. ജാമ്യ ഹർജിയിലെ വിധിയേക്കാൾ ശക്തമായ ഇടപെടലോ ബോബിയെ പാഠം പഠിപ്പിച്ചത്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ബോബിയുടെ വായടപ്പിച്ചോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാമൂഹ്യ നിരീക്ഷക ഡോക്ടർ മാളവിക ബിന്നി, നിർമ്മാതാവ് സജി നന്ദിയാട്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ, ആക്ടിവിസ്റ്റ് ധന്യാരാമൻ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ഡോക്ടർ മാളവിക ബിന്നി, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. മാളവിക, ഇന്നലത്തെ ജാമ്യ വ്യവസ്ഥയാണോ, ഇന്നത്തെ കോടതി ഇടപെടലാണോ, ഏതിനായിരുന്നു മൂർച്ച? ഏത് ദിവസമാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ പാഠം പഠിപ്പിച്ചത്? ഇന്നത്തെ കോടതിയുടെ ഇടപെടൽ തന്നെയാണ് ഏറ്റവും മൂർച്ചയുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന, വളരെ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു ബോബി ചെമ്മണ്ണൂറിനെ നമുക്ക് കാണാൻ പറ്റി. അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഹുങ്കും അധികാരത്തിന്റെ അഹന്തയും എല്ലാം നിഷ്പ്രഭമായി പോയ ഒരു കോടതി ഇടപെടൽ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇനി ഇങ്ങനെയുള്ള വഷളത്തരോ ദ്വയാർത്ഥ പ്രയോഗോ ആഭാസത്തരോ ഒന്നും പൊതുവേദികളിൽ അദ്ദേഹം ചെയ്യില്ല എന്ന ഉള്ളൊരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനോ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ഈ ഒരു ഭയം, അതായത് എന്തു വേണമെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള സ്ത്രീയോ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ആ ഒരു ധാർഷ്ട്യം, ആ ഒരു അഹന്ത ഇല്ലാതായി പോയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂറിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു വലിയ നല്ല താക്കീതും കൂടിയായി കോടതിയുടെ ഇന്നത്തെ ഇന്റർവെൻഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ സമൂഹം വളരെ കൃത്യമായിട്ടുള്ള ദിശയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ കൊണ്ടുപോകാൻ ഏറ്റവും പറ്റിയൊരു വിധിയാണ്. ആ വിധിയുടെ വാക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫെമിനിസ്റ്റുകളൊക്കെ പ്രയോഗിക്കുന്നത് പോലെയുള്ള വാക്കുകൾ നമുക്ക് അതിനകത്ത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ബോഡി ഷെയ്മിങ് പാടില്ല എന്നും, ഒരാളുടെ ശരീരപ്രകൃതി എന്താണോ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചയിൽ മറ്റൊരാൾക്ക് ഇടപെടാനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ലെന്ന് സംശയം. എന്റെ ചോദ്യം, ഇന്നലത്തെ ഈ ജാമ്യ ഉത്തരവ് വായിച്ചതിന് ശേഷം വൈകിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു ബോബിയെങ്കിൽ, അല്പം മുൻപ് ഈ കോടതി ഇന്ന് നിർത്തിപ്പൊരിച്ചതിന് ശേഷം ബോബി പിന്നീട് മാധ്യമങ്ങളെ കണ്ടല്ലോ, ആ ഘട്ടത്തിൽ ബോബി പറഞ്ഞ അതേ വാക്കുകൾ അദ്ദേഹം ആവർത്തിക്കുമായിരുന്നോ? ഇന്നലെ അവിടെ ഒരു മാസ് ഈ പറയുന്ന വരവേൽപ്പൊരുങ്ങുകയായിരുന്നു. ഒരുപാട് പദ്ധതികളാണ് അവിടെ ഇട്ടിരുന്നത്. അങ്ങനെ ഇറങ്ങുന്ന ഒരു ബോബി ഈ രൂപത്തിൽ പ്രതികരിക്കുമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹം ഇന്നലെ തന്നെ പല പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. കാരണം ഇന്നലെ മകരജ്യോതിയുടെ ദിവസമായിരുന്നത് കൊണ്ട് തന്നെ ഒരു ആവശ്യത്തിനുള്ള ഒരു മീഡിയ അറ്റൻഷൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാകണം, അല്ലെങ്കിൽ ആവശ്യത്തിന് ആൾക്കാരെ അവിടെ ഒരുമിച്ച് കൊണ്ടുവരണം. ഞാൻ മനസ്സിലാക്കിയത് പല അദ്ദേഹത്തിന്റെ തന്നെ കമ്പനികളിലും അതിലേക്ക് വരാം മാളവിക. അത് മറ്റ് സന്നാഹം ഒരുക്കൽ, ഒരു സെക്കൻഡ്, ആ സന്നാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോബി ഇറങ്ങി വന്ന് പറയുന്ന വാക്കുകൾ എന്തായിരിക്കും? അതാണ് പ്രധാനം. ഇന്നലത്തെ ജാമ്യം അനുവദിച്ചതിന്റെ ഭാഗമായി അയാൾ പുറത്തു വന്നാൽ അയാൾ ഇങ്ങനത്തെ വാക്കുകൾ പറയുമായിരുന്നു: എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരാളെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാറില്ല, ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നു, ഭാവിയിൽ ഞാൻ ശ്രദ്ധിക്കും കാര്യങ്ങൾ പറയുമ്പോൾ. കോടതി കൂടെ പറഞ്ഞിരിക്കുകയാണല്ലോ ഇതെല്ലാം ഇനി ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഒരു നല്ല കുട്ടിയുടെ ഭാഷ്യവുമായി ഇന്നലെ ബോബി ഇറങ്ങുമായിരുന്നോ?
ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. ഇന്ന് ആ, ബോബി ചെമ്മണ്ണൂരിന്റെ വക്കീലന്മാർ, അത് സീനിയർ കൗൺസിലായിട്ടുള്ള വക്കീലന്മാർ വളരെ കോടതിയുടെ കാല് പിടിക്കുന്ന രീതിയിൽ വാദിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ജാമ്യം റദ്ദാകും എന്നുള്ള ഒരു പേടിയിലാണ് ഇന്ന് ഇത്രയും വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വന്നിരുന്നെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താണ് ബോബി ചെമ്മണ്ണൂർ ഷോ നമുക്ക് കാണാൻ അങ്ങനെയെങ്കിൽ മാളവിക പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഫെമിനിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ആ ജഡ്ജ്മെന്റിൽ ഉണ്ട് എന്ന്. ആലങ്കാരിക പദത്തിനപ്പുറം ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെ തിരുത്തുന്ന ശക്തി ആ വാക്കുകൾക്കില്ല എന്നുകൂടി അപ്പോൾ അർത്ഥമില്ലേ? ഇല്ല, നമുക്ക് ഒരാളെ ആന്തരികമായിട്ട് നന്നാക്കാൻ പറ്റില്ല. അതിന് പടിയായിട്ടേ പോകട്ടെ. ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും ഒരു ബോധോദയം വരില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ടുള്ള ഭരണകൂടത്തിന്റെയും അതുപോലെ ജുഡീഷ്യറിയുടെയും ഇന്റർവെൻഷൻ വഴി, അവരുടെ നീക്കങ്ങൾ വഴി നമുക്ക് സമൂഹത്തിന് ഏത് ദിശയിൽ, കാരണം ഇതൊരു ബോബി ചെമ്മണ്ണൂറിന് മാത്രം വിഷയമല്ലല്ലോ, ഇത് സമൂഹത്തിന്റെ വിഷയമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് പെർവേർട്ടുകൾ ഇങ്ങനെ ചിന്തിക്കുകയും സ്ത്രീകൾക്ക് നേരെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗിക ചൊവ്വയുള്ള കമന്റുകളും പാസ് ചെയ്യുന്നതിന് എതിരെയുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഞാൻ വാദിക്കുന്നത്. അത് ആൾക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നു, അയാളുടെ ഉള്ളിൽ എന്താണ് ഒരു റിഫോം വന്നോ എന്നൊന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിയല്ല. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ആരെയാണ് ഭയക്കേണ്ടത്? ആര് പറഞ്ഞാലാണ് സ്വന്തം രീതികൾ മാറ്റാൻ ഒരാൾ നിർബന്ധിതമാകുക എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്നലത്തെയും ഇന്നത്തെയും ദിവസങ്ങൾ. മാളവിക പറയുന്നത് ശരിയാണ്. വലിയ മാനസികമായുള്ള പരിഷ്കരണം ഒരാൾക്ക് സംഭവിക്കേണ്ടതുണ്ട്, അതൊരു ആന്തരിക പ്രക്രിയയാണ് എന്നൊക്കെ. പക്ഷേ ഇതൊന്നും വേണ്ടി വന്നില്ല. ഒരാൺ ജഡ്ജി ഒരു വിധിന്യായം പുറപ്പെടുവിച്ച് പിടിച്ചകത്തിടും എന്ന് ഭയപ്പെടുത്തിയപ്പോൾ മറ്റൊരു ആൺസിംഹമായി വിലസാനിറങ്ങിയ ആൾ ഈ വാലുമടക്കുന്ന ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഞാൻ അങ്ങയിലേക്ക് വരാം. ധന്യരാമൻ, ഇവിടെ ഈ ലിംഗനീതി തുല്യനീതിയായി മാറിയിട്ടുണ്ടോ എന്ന വലിയൊരു ചോദ്യം ഇന്നലത്തെയും ഇന്നത്തെയും ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുന്നില്ലേ? ഇപ്പോൾ ഇന്ന് ചൊടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഹൈക്കോടതിയാണ്, വലിയ അധികാര കേന്ദ്രമാണ്, അതിൽ തന്നെ ഒരു പുരുഷ ജഡ്ജിയാണ്. അദ്ദേഹം ഈ പറയുന്ന കർക്കശമായ നിലപാടെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു പുരുഷ പ്രജ, ഒരു ഹർജിക്കാരൻ, അയാളുടെ നിലപാടുകൾ മുഴുവൻ മാറ്റുകയാണ്, എല്ലാ തരത്തിലും അനുസരണക്കുട്ടിയായി മാറുകയുമാണ്. അപ്പോൾ ഇവിടെ ആണിനോട് ഏറ്റവും കരുത്തുള്ള ശബ്ദത്തിൽ പറയുമ്പോൾ അത്രയും കരുത്തില്ലാത്തയാൾ അത് അനുസരിക്കുന്നു എന്ന രൂപത്തിലാണോ കാണേണ്ടത്? ചോദ്യം ഇതാണ്. ലിംഗനീതിയിൽ നിന്ന് ഇപ്പോഴും തുല്യനീതിയിലേക്കുള്ള ദൂരം കൂടി തന്നെ നിൽക്കുകയല്ലേ? അതൊക്കെ അങ്ങനെ തന്നെയാണ്. അത് പെട്ടെന്ന് ഇപ്പം മാളവിക പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സമൂഹത്തെയോ വ്യക്തികളെയോ മാറ്റിയെടുക്കുക കുറച്ച് പാടായിരിക്കും. എസ്പെഷ്യലി ഇതുപോലെ സമ്പത്തും പദവിയും ഫാൻസ് അസോസിയേഷനും ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാർ അവരൊരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർ സാധാരണ ഒരു നോർമൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ വരാനായിട്ട് കുറേ സമയമെടുക്കും. ഇപ്പം ഒരുപക്ഷെ പേടി കൊണ്ട് അയാളൊന്ന് ഒരു അനുസരണ കാണിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് ഇവരൊക്കെ ഈ കസർത്തുകൾ വീണ്ടും തുടങ്ങും. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഈ സമൂഹത്തിൽ നിന്ന് ഒരു സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ എത്രയോ വീഡിയോ എടുത്ത് നോക്കിയാലും നമുക്ക് അറിയാൻ സാധിക്കും എത്രയോ പെണ്ണുങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നീ എത്ര പേരെ ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു എന്താ പറയണ്ട, ഒരു ഒളി ക്യാമറ വീഡിയോ പോലെ ഒരു പെണ്ണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ അതിനെതിരെ ഒന്നും പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഇത് എത്രയോ കാലങ്ങളായിട്ട് എനിക്ക് തന്നെ അറിയാവുന്ന ആൾക്കാർ ഇയാളിങ്ങനെ മെസ്സേജ് അയച്ച് വളരെ മോശം രീതിയിലാണ് ഒരാളെ കിട്ടിയ ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അന്വേഷിക്കുന്നത് വെറൈറ്റിയുള്ള സെക്സിനായിട്ട് ഇങ്ങനെ സ്ത്രീകളെ കിട്ടുമെന്നാണ് ഇവരൊക്കെ ആദ്യത്തെ അന്വേഷണം. ഇയാളുടെയൊക്കെ സ്വഭാവം ഇത്രയും പുറം പോളിഷാണ്. ഈ കാശും കൊണ്ട് കുറേ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി ഇങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇയാളൊക്കെ ഇയാളുടെ പ്രാഥമികമായിട്ടുള്ള സ്വഭാവം മാറ്റിയില്ലെങ്കിൽ സമൂഹം തന്നെ ഇയാൾക്കെതിരെ തിരിയണം എന്നുള്ളതാണ്. ഇന്നത്തെയൊക്കെ വീഡിയോയിൽ കുറേ സ്ത്രീകളെയൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു അതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള ഇവൻ്റെയൊക്കെ സ്വഭാവം അറിയുന്ന ഒരു മനുഷ്യനും അങ്ങോട്ടേക്കൊന്നും പോകത്തില്ല. കാരണം അത്രയും കാശുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾക്കെതിരെ വേണമെങ്കിൽ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ പരാതി കൊടുക്കാത്തതെന്ന് വെച്ചപ്പോൾ നമ്മൾക്ക് സാധാരണക്കാരാണ്, നമ്മളൊക്കെ കച്ചവടം ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഇവർക്കൊക്കെ വലിയ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. നാളെ ഞാൻ പരാതിയായിട്ട് പോയാൽ ഇവരെല്ലാം കൂടെ എന്നെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യും. ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ തന്നെ വന്നെന്നിരിക്കും. എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാവും. ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറ്റണം. അത്
അത് ഇയാളൊക്കെ പെട്ടെന്ന് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇയാൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഇനിയിപ്പോൾ രാഹുൽ എത്തിയിട്ടുണ്ട്, സജി നന്ദി എത്തിയിട്ടുണ്ട്, ഇവരെല്ലാം ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനായിട്ട് വലിയ വലിയ മുഖങ്ങൾ ഇപ്പൊ നിൽക്കുവാണ്. അയാളെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ പെട്ടെന്നൊന്നും സ്വഭാവമായിട്ട് ലിംഗനീതി എന്ന് പറയുന്നത് അവിടെ തന്നെ കിടക്കും. അതൊന്നും പെട്ടെന്ന് ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒന്നല്ലെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി ധന്യ. രാഹുൽ ഈശ്വറിനെ കേൾക്കാമല്ലോ അല്ലേ? രാഹുൽ, എന്താണ് ഇന്നത്തെ ഈ കോടതി നടപടി, അതിന്റെ ഭാഗമായി ഈ ബോച്ചയ്ക്കുണ്ടായിരിക്കുന്ന മാറ്റത്തെയൊക്കെ താങ്കൾ കാണുന്നത്? അല്ല, അതാണ് ശ്രീ സജി നന്ദിയാട്ടൊക്കെ ആദ്യം മുതലേ ബാലൻസ്ഡ് ആയ നിലപാടെടുക്കുകയും എനിക്ക് എന്താ പറയണേ ഒരു നല്ല പരിചയമുള്ള ആളാണ്. എന്നെ അടക്കം ശക്തമായി ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് സജി നന്ദിയാട്ട്. അതാണ് പുരുഷന്മാരെല്ലാം മോശമാണെന്ന മുൻവിധിയിൽ നിന്നല്ലേ ഇതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്താ നിലപാടെന്ന് പോലും കേൾക്കുന്നതിന് മുമ്പ് ധന്യാരാമൻജിയെ പോലെ മുതിർന്ന അല്ലെങ്കിൽ ധന്യാരാമൻജിയെ പോലെ പ്രമുഖ ഒരു സെക്കൻഡ് രാഹുൽ, മാളവിക. അല്ല, ഇവിടെ എന്താ രാഹുൽ ഇത് പറഞ്ഞു വരുന്നത് എല്ലാ സ്ത്രീകളും പുരുഷവിരോധികളാണെന്ന് ആക്കി തീർക്കുന്നതിലെ ഓരോ ദുഷ്ടലാക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹം പല പല ഫോറങ്ങളിൽ പോയി പല പല ചാനലുകളിൽ പോയിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫെമിനിസ്റ്റുകളെല്ലാം പുരുഷവിരോധികളാണെന്ന്. വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ തുല്യനീതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്ന്. ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ഇനിയെങ്കിലും രാഹുൽ നിർത്തണം, അത് അപേക്ഷയാണ്. മാഡം ഈ ചർച്ചയിൽ ലൈവായിട്ട് കണ്ടില്ലേ പ്രമുഖൻ അല്ല എനിക്ക് പുരുഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് മുമ്പോട്ട് വെക്കാൻ പോലും അവസരമില്ലാതെ പറയുന്നത് എങ്ങനെയാണ്? രാഹുൽ ഈശ്വർ സംസാരിച്ചു തുടങ്ങുമ്പോഴേ രണ്ട് സ്ത്രീകൾ ഇന്റർജക്ട് ചെയ്യുന്നു. ഇനി ശ്രീ സജി നന്ദിയാട്ട് എന്ന് പറയുന്ന പ്രമുഖനായ സിനിമാ മേഖലയിൽ നിൽക്കുന്ന വ്യക്തി ആദ്യം മുതലേ ഏറ്റവും രൂക്ഷമായി ബോച്ചയെ വിമർശിക്കുകയും ഒരു മയവും നയവും അല്ലെങ്കിൽ എന്റെ ഭാഷയിൽ മയവും നയവും ഇല്ലാതെ രാഹുൽ ഈശ്വറിനെ അടക്കം ആക്രമിക്കുകയും ചെയ്ത വ്യക്തി ഓൾറെഡി ഇങ്ങനെ ആയിരിക്കുമെന്ന് ധന്യാരാമൻജിയുടെ മുൻവിധിയാണ് ഈ സമൂഹത്തിലെ പ്രശ്നം. അവിടെയാണ് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. സമീപകാലത്തുണ്ടായ ഏറ്റവും നല്ല കോടതി വിധിയാണ് ബഹുമാനപ്പെട്ട കോടതി. നമ്മളൊക്കെ ജീവിതത്തിൽ പുലിയും കടുവയും ആനയൊക്കെ ആയിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ കാട്ടിലെ രാജാവ് സിംഹം തന്നെയാണ്. ആ സിംഹം ഹൈക്കോടതിയാണ്. ഇന്നലത്തെ വിധിയെ പറ്റിയാണോ പറയുന്നത്? ഇന്നത്തെ വിധിയെ പറ്റിയാണ്. വനിതാ ജഡ്ജി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇന്നലത്തെ വിധിയെ പറ്റിയാണോ പറയുന്നത്? ഇന്നത്തെ വിധിന്യായത്തെ പറ്റിയാണ് പറയുന്നത് സാർ. ഇന്നലത്തെയും വിധിന്യായത്തെ പറ്റി ഇന്നൊരു വിധി എന്ന നിലയിൽ പറയുന്നില്ല. ഇന്നൊരു വിധി എന്ന നിലയിലൊന്നും പറയുന്നില്ല. അല്ല, ഇന്ന് അദ്ദേഹം മാപ്പ് സ്വീകരിച്ചല്ലോ. അതായത് എന്താ കോടതിയുടെ സമീപനം? കോടതി കരുണ ഒരു കൈയിൽ കാണിച്ചു, മറു കൈയിൽ അതിശക്തമായിട്ട് ഇതാണ് ഒരു ടു ഹാൻഡഡ് അപ്രോച്ച്. ഡെക്സ്റ്ററിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ആംബി ഡെക്സ്റ്റർ. ഒരു സെക്കൻഡ് രാഹുൽ, മാളവിക എന്താ പറഞ്ഞത്? രാഹുൽ പറയുന്ന മാപ്പ് സ്വീകരിച്ചു, മാപ്പ് സ്വീകരിക്കില്ല, പേടിച്ച് മാപ്പ് ബോധിപ്പിക്കുകയാണ്. രാഹുൽ പേടിച്ച് മാപ്പ് ബോധിപ്പിക്കുകയാണ് ഉണ്ടായത്. അല്ല, മാപ്പ് ബഹുമാനപ്പെട്ട കോടതി സ്വീകരിച്ചല്ലോ, ഇല്ലെങ്കിൽ 2 ദിവസം കൂടെ ജയിലിലിടായിരുന്നല്ലോ. അതായത് ഒരു വരി പറഞ്ഞത് ആ വരിക്കെങ്കിലും തിരുത്താൻ വരരുത്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി യഥാർത്ഥത്തിൽ ഏറ്റവും രൂക്ഷമായിട്ട് ബോച്ചയെ വിമർശിച്ചു. ബോച്ചയോട് പറഞ്ഞു 2 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി, 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ഈ കേസ് തീർക്കാൻ എനിക്കറിയാം, കാണണോ? നിങ്ങൾ ചെയ്യരുത്. ഇത്രയൊന്നും ശക്തമായിട്ട് കോടതി പ്രതികരിക്കാത്തതാണ്. PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ അതിശക്തമായ ഇടപെടലാണ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം തോന്നിയത് നമ്മുടെ എന്നാത്താൻ കേസ് കൊടുന്ന സിനിമയിൽ PP കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അഭിനേതാവ് ജഡ്ജിയെ അവതരിപ്പിച്ചിരുന്നു. അതേപോലെ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു ജഡ്ജി, അതേപോലെ ശക്തമായ ഇടപെടൽ. ഒരു സെക്കൻഡ് ആ അങ്ങ് സൂചിപ്പിച്ച സിനിമയിലെ ആ ന്യായാധിപനായിരിക്കുന്ന കഥാപാത്രം സാറും കോടതിയെ സ്വീപ്പാക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തിപരമായി ഉണ്ടായൊരു പരാമർശം അതിൽ പ്രകോപിതനായാണ് എങ്കിൽ പിന്നെ ഈ പറയുന്ന ബന്ധപ്പെട്ടയാള് ഉടനെ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വാറണ്ട് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. അതാണ് ആദ്യം മുതൽ രാഹുൽ നന്നായി ആ താരതമ്യം അങ്ങനെയൊക്കെ വരാം. ശ്രീ സജി നന്ദിയാട്ട്, ഇവിടെ അതാണ് ഇന്നലെ ഹണി റോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിധിന്യായമല്ല ഇന്നത്തെ വിഷയം. ഇന്നിപ്പോൾ ഇദ്ദേഹം ഈ റിമാൻഡ് പ്രതികളുടെ അവകാശങ്ങളുടെ സംരക്ഷകനായി വരുന്നു. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. അതിന് കോടതി ഇവിടെ ഉണ്ടല്ലോ, കോടതിക്ക് മുകളിൽ നിങ്ങൾ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യവഹാരത്തിന്റെ തുടക്കമല്ലേ ഇന്നുണ്ടായത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആണധികാരവുമായി ബന്ധപ്പെട്ട 2 സംവിധാനങ്ങൾ തമ്മിലുള്ള കൊമ്പുകോർക്കൽ, അതിൽ കൂടുതൽ ശക്തൻ വിജയിയായിരിക്കുന്നു. അങ്ങനെയാണോ കാണേണ്ടത്? അതോ ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട വലിയൊരു വിധിന്യായത്തിന്റെ തുടർച്ചയുള്ള ദിവസമായിട്ടാണോ ഇന്നത്തെ ഈ കോടതി ഇടപെടലിനെ കാണേണ്ടത്? ആദ്യം തുടക്കത്തിൽ ഈ ചർച്ചയിൽ എൻ്റെ ഭാഗം പറയുമ്പോൾ ഞാൻ കായംകുളം കൊച്ചിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
കാരണം കായംകുളം കൊച്ചുണ്ണി സ്വാർത്ഥനായിരുന്നില്ല, ഉള്ളവൻ്റെ നിന്ന് വാങ്ങിച്ച് ഇല്ലാത്തവന് കൊടുക്കുകയായിരുന്നു. കായംകുളം കൊച്ചുണ്ണിയാണ് കേരളത്തിലെ ഏറ്റവും നല്ല ചാരിറ്റിയുടെ മാതൃക എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ വേണുവിൻ്റെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. ഈ രാഹുൽ ഈശ്വർ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. കോടതി ഇന്നൊരു നല്ല വടിയെടുത്തു. കോടതി ചോദിച്ചു ഇവരുടെ ബോച്ചയോട് ചോദിക്കുകയാണ്, എന്താണ് യുദ്ധപ്രഖ്യാപനമാണോ കോടതിയോടെന്ന്. വേണു, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുള്ള രാജ്യമാണ്, നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ്. ഇവിടെ പണ്ഡിതനെന്നോ പാമരെന്നോ കാശുള്ളവനെന്നോ കാശില്ലെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഓൾ ആർ ഈക്വൽ ബൈ ഓൾ മീൻസ്. ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ, അല്ലേ? അപ്പോൾ ബോച്ചയ്ക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. നമുക്കറിയാം അഹങ്കാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. കാരണം അദ്ദേഹത്തിന് പണമുണ്ട്, സ്വാധീനമുണ്ട്, ഞാനെന്ന ഭാവമുണ്ട്, എന്തിനും പോരുന്ന കുറച്ച് അനുചരന്മാരുണ്ട് അദ്ദേഹത്തിന്. നമ്മൾ കണ്ടതാ അവരുടെ നാടകങ്ങളും ഒക്കെ. കരയാൻ പെണ്ണുങ്ങളെ കൊണ്ട് നിർത്തുന്നു, PR വർക്ക്, കമന്റ് ബോക്സ് നിറയ്ക്കാൻ ആൾക്കാർ. കാരണം അദ്ദേഹത്തിന് നേരത്തെ പോലുള്ള ഒരു സംവിധാനം അത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് വിൽക്കാൻ അദ്ദേഹം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ലോട്ടറികളെക്കുറിച്ച് ഇത് വലിയൊരു ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രം. അദ്ദേഹത്തിന് ഭയങ്കര മിടുക്കൻ അദ്ദേഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കായംകുളം കൊച്ചുണ്ണിയാണ് യഥാർത്ഥ ചാരിറ്റിയുടെ മാതൃക എന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ നമ്മളിപ്പോഴും ബഹുമാനിക്കുന്ന ആളാണ് കായംകുളം കൊച്ചുണ്ണിയെ, കള്ളനായിരുന്നെങ്കിലും. ഇവിടെ അപ്പോൾ രാഹുൽ ഈശ്വർ ഇന്നലെ ഞാനും തമ്മിലൊരു മറ്റൊരു ചാനലിൽ ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം നന്മമരവും ഉമ്മൻചാണ്ടിയോട് ഒക്കെ സദൃശ്യം ചൊല്ലുന്നുണ്ട്. ആരെ? ഈ പറഞ്ഞ നമ്മുടെ ബോച്ചെ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ഉമ്മൻചാണ്ടി എവിടെ കിടക്കുന്നു, ഈ ബോച്ചെ എവിടെ കിടക്കുന്നു. അദ്ദേഹം നല്ല മിടുക്കനാണ്, വ്യക്തിപരമായ ഒരു വിരോധമല്ല. ഈ ബോച്ചയെ അകത്ത് ആദ്യം ഇടണമെന്ന് പറഞ്ഞ ആളെ ഞാനാ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊരു സന്ദേശം നൽകാനാണ്. ബോച്ച കേരള സമൂഹത്തിലെ വലിയൊരു മനുഷ്യനാണ്, ഉന്നതനാണ്, ഉന്നത കുലജാതനാണ്, പണമുണ്ട്, ഭയങ്കര സ്വാധീനമുണ്ട് എന്നൊക്കെ ഒരു ധാരണയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഏതൊരു സ്ത്രീയെയും ഏതൊക്കെ വഷളത്തരവും ഏതൊക്കെ തരത്തിലുള്ള മോശമായ അതായത് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ കയറി എന്തും ചെയ്യാമെന്നൊരു തോന്നിവാസമായി അതിൻ്റെ ഐക്കണായി മാറിയാണ് ബോച്ച. അതുകൊണ്ട് ബോച്ചയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ ഞാൻ കഴിഞ്ഞ ചാനലുകളിൽ പറഞ്ഞു അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഒരു കാര്യമുണ്ട്. ഇന്നലെ ഇറങ്ങാൻ എന്തുകൊണ്ടാണെന്നറിയോ? തനിക്കൊരു ഹൈപ്പ് കിട്ടുന്നില്ല. കാരണം മകരജ്യോതി ആയിപ്പോയി. പക്ഷെ ബോച്ച പറഞ്ഞിരുന്നെങ്കിൽ മകരജ്യോതി മാറ്റി വെക്കാമായിരുന്നു. അപ്പം മകരജ്യോതിക്ക് തനിക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടില്ല എന്ന് ധരിച്ചുകൊണ്ട് ഇന്ന് രാവിലത്തേക്ക് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയാണ്. മാത്രമല്ല സഹതടവുകാർക്ക് അദ്ദേഹം പണം കൊടുക്കാൻ പോവാണ്. എവിടെ ചെന്നാലും ചാരിറ്റിയുടെ മറവിൽ ഈ ബിസിനസ്സിന് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന അങ്ങനെയാണല്ലോ. ചാരിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സിന് വേണ്ടി മാറ്റിവെച്ചതാ. ചാരിറ്റിക്ക് വേണ്ടി ബിസിനസ് നടത്തുകയല്ല, ബിസിനസ്സിന് വേണ്ടി ചാരിറ്റി നടത്തുക. ഈ തന്ത്രമൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ട് അതിവിടെ ചിലവാകും, നമ്മുടെ കേരളത്തിൽ ചിലവാകും. കാരണം ഇപ്പോഴും ഈ ഇങ്ങനെയുള്ള ബോച്ചയ്ക്ക് വേണ്ടി കരയാൻ ആൾക്കാരെ കൊണ്ടിരുന്നു, PR വർക്ക് നടത്തുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പടക്കം പൊട്ടിക്കാൻ പോണു, ഇങ്ങനെയൊക്കെ ഒത്തിരി നാടകം നമ്മൾ കണ്ടതാ. ഇതിൽ നിന്നും ഇന്ന് കോടതി ഒരൊറ്റ കാര്യം പറഞ്ഞു, യുദ്ധപ്രഖ്യാപനമാണോ, പിടിച്ചകത്തിടും എന്ന് പറഞ്ഞപ്പം എന്തായി? പൂച്ച ഭയങ്കരമായി നല്ല ഒരു വിദ്യാർത്ഥി അതെ ശ്രീ സജി. പക്ഷേ ആ ചോദ്യം കോടതി ചോദിച്ചത് ഹണി റോസുമായി ബന്ധപ്പെട്ട ഒരു ആ വ്യവഹാരത്തിലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇന്നിപ്പോ ഇയാളെ നേർവഴിക്ക് നടത്തിയ കാര്യമെന്ന് പറയുന്നത് അല്ലല്ല ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് ആ ജസ്റ്റിസിന് തോന്നിയതിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ കർക്കശമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നലെ 7 മണിക്ക് 4 മണിക്ക് റിലീസ് ഓർഡർ മജിസ്ട്രേറ്റ് കോടതിയിൽ പാസ്സാക്കിയതാണ്. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് പോകാതിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? സഹതടവുകാര് പൈസ ഇല്ലാത്തവർ 5000 രൂപയും 10000 രൂപ കൊടുക്കാൻ വേണ്ടി. ഇതൊന്നും അല്ല നമ്പര്. ഇദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. ഇദ്ദേഹം എന്താ ചെയ്തത്? വലിയൊരു ആരവത്തോടെ ലക്ഷങ്ങളുടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ അകമ്പടിയോടുകൂടി ഇദ്ദേഹത്തിന് അങ്ങോട്ട് തൃശ്ശൂർക്ക് യാത്രയാകണം, പടക്കങ്ങൾ പൊട്ടിക്കണം, ഗുണ്ടുകൾ പൊട്ടിക്കണം. ഇതെന്തോ വലിയ നമ്മുടെ പൾസസുരി ഇറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ധാരണ. ഇദ്ദേഹം വിമോചന സമരത്തിൽ പങ്കെടുത്തതിന് ജയിലിലിട്ടതാണ്. ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ജയിലിലിട്ടത് ധാരണയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു പെണ്ണ് കേസിൽ ഒരു പെണ്ണിനെ സെക്ച്വലായിട്ട് ഹറാസ് ചെയ്തതിന്റെ പേരിൽ, ബോഡി ഷെയിം ചെയ്തതിന്റെ പേരിൽ അശ്ലീലങ്ങൾ അദ്ദേഹം രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടു. എല്ലാ ചർച്ചയിലും ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഒരു പ്രാവശ്യമാണ് രാഹുൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായ കാലം മുതൽ അദ്ദേഹം അസഭ്യം പറയാത്ത ഒറ്റ സോഷ്യൽ മീഡിയ ഉണ്ടോ? പച്ചയ്ക്ക് തെറി പറയല്ലേ, പച്ചയ്ക്ക് ദ്വയാർത്ഥം പറയല്ലേ? ഒറ്റ സെക്കൻഡ് രാഹുൽ. സജി നന്ദിയാട്ടിനോട്ടാണ്. അതായത് ബോച്ചയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്ന് പറയുന്ന സജി നന്ദിയാട്ടിനെ അടക്കം ആദ്യം ആക്രമിച്ച ശ്രീമതി ധന്യാരാമനെതിരെ ഒരു വരി പോലും പറയാത്ത അവസ്ഥയാണ് ഈ നാട്ടിലെ ആണുങ്ങൾക്കുള്ളത്.
ശ്രീ സജി നന്ദിയാട്ടിനെ അടക്കം മിസ്റെപ്രസെന്റ് ചെയ്തു. അദ്ദേഹത്തെ അടക്കം എന്റെ കൂടെ ചേർത്ത് ആക്രമിച്ചു. അതായത് സജി നന്ദിയാട്ട് എല്ലാ ചാനലുകളിലും രാഹുൽ ഈശ്വറിനെതിരെയുള്ള നിലപാടെടുത്ത ആളാണ്, ബോച്ചയ്ക്കെതിരെ നിലപാടെടുത്ത ആളാണ്. ആ വ്യക്തിയെ അടക്കം കാർഡടിച്ച് അധിക്ഷേപിച്ചിട്ട് അതിനൊരു മറുപടി പോലും ശ്രീ സജി നന്ദിയാട്ട് പറയുന്നില്ല. അതാണ് ഈ നാട്ടിലെ സ്ത്രീ അധികാരത്തിന്റെ ശക്തി. ഞങ്ങൾ ആണുങ്ങളുടെ ഞാൻ ധന്യരാമന് മറുപടി കൊടുക്കാൻ വരികയാണെന്നേ. അല്ല, ഒരു സെക്കൻഡ് സജി, ധന്യയുടെ പ്രധാന ചോദ്യമുണ്ട്. അല്ലല്ല, ധന്യയുടെ പ്രധാന ചോദ്യമുണ്ട്, രാഹുൽ ആളെ കൂട്ടുകയാണോ എന്ന്. ഒരു മിനിറ്റ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്. പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അല്ല, മാളവിക മാഡം, ഒരു ചോദ്യം മാത്രം, അല്ല ഒരു ചോദ്യം മാത്രം, ഈ ചർച്ചയെ തന്നെ തെളിവ് കണ്ടില്ലേ? അതായത് അപ്പം പോലും അല്ല, സജി നന്ദിയാട്ടിനോടാണ് ചോദ്യം. ഈ ചർച്ചയെ പോലും മാളവികമാടും ധന്യവാദം കണ്ടില്ലേ? അദ്ദേഹത്തെ സ്വയം ആക്രമിച്ചിട്ട് പോലും ശ്രീ സജി നന്ദിയാട്ട് അപ്പോഴും ശ്രമിക്കുന്നത് ബോച്ചയെ പറയാനാണ്. സജി നന്ദിയാട്ട് മറുപടി പറയുമ്പോൾ രാഹുലിന്റെ കുഴിയിൽ വീണിട്ടാണോ മറുപടി പറയാൻ പോകുന്നത് സജി നന്ദിയാട്ട്? കണ്ട മറ്റൊരാണ് പറഞ്ഞത്. രാഹുലിന്റെ ബുദ്ധി കഴിഞ്ഞ ഒരാഴ്ച കണ്ടോണ്ടിരിക്കുക. വേണു, ഞാൻ സംസാരിക്കട്ടെ. എന്താണെന്നറിയാവോ? ബോച്ച നല്ലവനാണ്. ബോച്ചെ മാർപ്പാപ്പ വന്നാൽ ബോച്ചെ അങ്ങോട്ട് വിശുദ്ധനായി പ്രഖ്യാപിക്കും. ബോച്ചെ എനിക്ക് ഇഷ്ടമാണ്. രാഹുൽ എടുത്ത് മടിയിലോട്ട് വെച്ചോ. ബോച്ചെ എനിക്ക് ഇഷ്ടമാണ് വ്യക്തിപരമായി. പക്ഷേ അദ്ദേഹത്തിന്റെ നയങ്ങളോട്, അദ്ദേഹത്തിന്റെ ഈ നമ്പറുകളോട്, ദ്വയാർത്ഥങ്ങളോട്, ഈ കേരള സമൂഹത്തോട്, സംസ്കാരമുള്ള കേരളത്തിന്, തറവാടികളായ കേരളത്തിന്, വിദ്യാസമ്പന്നരായ കേരള ജനതയ്ക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായ ഒരു വിരോധം നമുക്കില്ല. പക്ഷേ അദ്ദേഹം നല്ല ബിസിനസ്സുകാരാണ്, അദ്ദേഹം നന്മപരമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്. പക്ഷേ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എറിയുന്ന അപ്പക്കഷത്തിന് മുമ്പിൽ പാവങ്ങളാ നിന്നത്. അവർക്കറിയില്ലല്ലോ ഇത് അറക്കാൻ കൊണ്ടുവന്ന മാടിനെ പോലെയാണെന്ന് തീറ്റ കൊടുക്കുന്നത്. അവരെ ഉപയോഗിച്ചുകൊണ്ട് സജി അത്തരം കാര്യങ്ങളിലേക്ക് വരാം. അല്ലല്ല സജി, ബോച്ചയുടെ മറ്റു തട്ടിപ്പുകളിലേക്ക് വരാം സജി. ബോച്ചയുടെ മറ്റു തട്ടിപ്പുകളിലേക്ക് വരാം സജി. അടുത്ത ഘട്ടത്തിൽ സജി ബോച്ചയുടെ അത്തരം തട്ടിപ്പുകളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. വേഗം രാഹുൽ, വേഗം. എനിക്ക് ഒരു വരി മാത്രം, അതിനുശേഷം എന്റെ അവസരമായി തരണ്ട. ഈ ചർച്ചയിൽ ശ്രീ സജി നന്ദിയാട്ടിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രീ സജി നന്ദിയാട്ട് പോലും ഇല്ല. അതിനുപോലും രാഹുൽ ഈശ്വരേ ഉള്ളൂ. ശരി മാളവിക, എന്നിട്ട് സിആറിലേക്ക് പോകണം. ശരി രാഹുൽ, തുടരുക. മാളവിക, ശ്രീ സജി നന്ദിയാട്ടിന് പോലും മറുപടിയില്ല. ഞങ്ങൾ ആണുങ്ങളുടെ അവസ്ഥ അതാണ്. ധന്യരാമന് മറുപടി കൊടുക്കാം. അതിനു മുമ്പ് ഇതൊന്ന് ഒതുക്കണ്ടേ? നിങ്ങൾ ധന്യരാമൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാ ചാനലിലും ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത് കണ്ടിട്ടാവോ സംസാരിച്ചത്. പക്ഷെ ഞാൻ ബോച്ചയ്ക്കെതിരാണ്. എന്തിനാണ് രാഹുൽ നന്നായി സംസാരിക്കുന്നുണ്ട്. ഇതിന് മുമ്പുള്ള വിഷയങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ധന്യരാമന് എന്നോട് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു എന്താ പറയാ ഒരു മുൻധാരണ ഉണ്ടെങ്കിൽ അതിപ്പോൾ മാറിയെന്ന് ഞാൻ കരുതുന്നു. അതെ തീർച്ചയായിട്ടും. ശരി മാളവിക, വേഗം, എന്നിട്ട് സിആറിലേക്ക് പോകണം. മാളവിക, വേഗം. മാളവികയ്ക്ക് പറയാം, എനിക്ക് അതിനുശേഷം സിആർ നീലേടനിലേക്ക് പോകണം. മാളവിക, ഇത് നിരന്തരമായിട്ട് ഒരു ആണുങ്ങൾ വേഴ്സസ് പെണ്ണുങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നമായിട്ട് ചിത്രീകരിക്കാൻ രാഹുൽ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കുറെ ദിവസമായിട്ട്. എന്നാൽ രാഹുൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള പുരുഷന്മാരുണ്ട്. അവർ നിങ്ങളുടെ എല്ലാ പ്ലോയ്സും മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു വീഴുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. വളരെ വിവേകമുള്ള ഒരു തലമുറ വളർന്നു വരുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ സൊസൈറ്റി അങ്ങനെ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞു. ഈ പുരുഷന്മാർക്ക് വേണ്ടി രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പോലെയുള്ളവർ അവരുടെ പ്രതിനിധികളായിട്ട് നിൽക്കേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. പുരുഷന്മാർക്ക് അത്രയും പോവേർട്ടി വന്നിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ചാനലുകളും തന്നെ ഒരേ ഡയലോഗുകൾ വരെ, ഒരേ ലൈനുകൾ വരെയാണ് വീണ്ടും രാഹുൽ ഈശ്വർ പറയുന്നത്. പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ഇത്രേ ഉള്ളൂ, പുരുഷന്മാർ ഇവിടെ ആലംബഹീനരായി നിൽക്കുന്ന മനുഷ്യരാണ് എന്നുള്ള.
ഏറ്റവും കൂടുതൽ മിസോജിനിസ്റ്റ് ആയിട്ടൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്ന് മറന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. വിജയിക്കുന്നില്ല. അതുമല്ല ഈ കോൾ ഔട്ട് ചെയ്യപ്പെടുന്നത് രാഹുൽ, അല്ലെങ്കിൽ അങ്ങ് നമ്മൾ വിജയിക്കുന്നില്ല. വിരല് ചൂണ്ടെല്ലാം ഈ വഷളത്തരം പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ ചെയ്യുന്ന പുരുഷന്മാർക്കെതിരെയാണ്. അവരുടെ പ്രതിനിധിയായി താങ്കളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊള്ളൂ. എല്ലാ പുരുഷന്മാരുടെയും പ്രതിനിധിയായിട്ട് ദൈവത്തെ ഓർത്ത് രാഹുലിനെ തന്നെ പ്രതിഷ്ഠിക്കല്ല. അത് പുരുഷന്മാർക്ക് ഒരു അപമാനമാണ്. ശരി ശരി അതൊക്കെ ഞങ്ങളുടെ ശരി വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞയച്ചിട്ടുണ്ട്. അല്ലല്ല, മാളവിക പറഞ്ഞതിൽ കാര്യമുണ്ട്. വേണം ഒരൊറ്റ മിനിറ്റ്. ശരി. ഈ മാളവിക പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരാഴ്ചയായി ശ്രീ രാഹുൽ ഈശ്വർ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടീഷുകാരെ ഇട്ടിട്ട് പോയതാണ്. ഈ ഡിവൈഡ് ആൻഡ് റൂള് പുരുഷന്മാരെ സ്ത്രീകളെ തമ്മിൽ രണ്ട് തട്ടിലാക്കുകയാണ്. ഇവിടുത്തെ പുരുഷന്മാർ സ്ത്രീകളെ സ്നേഹിക്കുന്നു. പുരുഷന്മാരുടെ അമ്മ സ്ത്രീയാണ്, പുരുഷന്മാരുടെ ഭാര്യ സ്ത്രീയാണ്, പുരുഷന്മാരുടെ മക്കൾ പെൺമക്കൾ സ്ത്രീകളാണ്, പേരക്കിടാക്കൾ സ്ത്രീകളാണ്. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന കേരള സമൂഹം. അതുകൊണ്ട് പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ഇങ്ങനെ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറ് ഇങ്ങനെ പലരെയും പറഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയല്ല രാഹുൽ. അത് ഒരു കാര്യം മനസ്സിലാക്കണം. രാഹുലിന്റെ ഒരാഴ്ച മുമ്പുള്ള ചർച്ചയും എല്ലാ ചർച്ചയും വിളിക്കേണ്ട ആവശ്യമില്ല, ടേപ്പ് ചെയ്ത് അടുത്ത ചാനൽ കേൾപ്പിച്ചാൽ മതി. ശരി സജി, ശരി ശ്രീ സി ആറിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. ശരി, എന്നിട്ട് വരാം. രാഹുൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സജിയിലേക്ക് വരാം. അല്ലല്ല, ഒരു സെക്കൻഡ്. ശ്രീ സി ആർ നീലകണ്ഠനിലേക്ക് ഇതുവരെ നമ്മൾ പോയിട്ടില്ല. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ ഇന്നിപ്പോൾ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ വളരെ ശക്തമായി ഇടപെട്ടിരിക്കുന്നു എന്നതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ വിഷയം ഈ പറയുന്ന സഹതടവുകാർക്ക് ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അവരെയും കൂടെ സംരക്ഷിച്ചിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങൂ എന്ന് ഇയാൾ വെല്ലുവിളിക്കുകയാണ്. എന്ന് വെച്ചാൽ കോടതിയുടെ വ്യവസ്ഥകളല്ല, ഞാൻ ഉണ്ടാക്കുന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇറങ്ങാൻ പോവുക എൻ്റെ ഇഷ്ടപ്രകാരം. പിന്നെ കോടതി ഇവിടെ വലിയ ഒരു നീതി നിഷേധം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇവരെല്ലാം ഇവിടെ ഇരകളാക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കാൻ പോവുകയാണ് ഞാൻ, അതിനുവേണ്ട സാമ്പത്തിക സഹായം ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകളാണ് ബോബി ചെമ്മണ്ണൂർ എടുത്തത്. അതിലാണ് ഹാലിളകിയിരിക്കുന്നത് നിയമ സംവിധാനത്തിന്. അങ്ങനെ ഒരു നിരീക്ഷണത്തിന് പ്രസക്തിയുണ്ടോ ഇല്ലയോ? അല്ല, അതിനു മുമ്പ് വേണു ഒരു കാര്യം ഞാൻ ഇത്ര നേരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രധാന കാര്യം, ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഒരു കേസിൽ പിടിക്കപ്പെട്ടു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. നിരവധി തട്ടിപ്പുകൾ, പല കുടുംബങ്ങളെ നിരാശ്രയരാക്കി കാശ് തട്ടിച്ചതും വെട്ടിപ്പ് നടത്തിയ നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അത് പലതും അദ്ദേഹം പല സ്വാധീനം ഉപയോഗിച്ച് നിർത്തിയിരിക്കുക. അല്ലെങ്കിൽ എന്നെ അദ്ദേഹം റിമാൻഡിലല്ല സാക്ഷാൽ തടവിൽ കിടക്കേണ്ട ആളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അദ്ദേഹം ഇപ്പോൾ ജയിച്ചു പോകുന്നത്, അദ്ദേഹത്തിൻ്റെ ആകെയുള്ള കുഴപ്പം സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റമാണ് എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ അയാൾ ശ്രമിക്കണേ. അത് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റ് ഉണ്ടാകുന്നത്? മെയിൽ ഷോവനിസ്റ്റ് സമൂഹത്തിലെ ഫെമിനിസ്റ്റ് ഉണ്ടാവൂ, വർഗാധിഷ്ഠിത സമൂഹത്തിലെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവൂ, വർഗമില്ലാത്ത സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവൂ. അപ്പോൾ പ്രശ്നം ഇതല്ല. പ്രശ്നം ഇത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലോ ഒന്നുമല്ല. ഈ ബോബി ചെമ്മണ്ണൂർ തൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തത് കേരളീയ സമൂഹത്തിലെ ഒരു വിഭാഗത്തിനുള്ള സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത എന്ന് ഞാൻ അത് വേറെ പലതരത്തിലാണ് പറയുന്നത്. ഇപ്പോൾ ബോഡി ഷെയ്മിങ് ആയാലും, ഡ്രസ്സിനെ കുറിച്ചായാലും, രാത്രി നടത്തത്തിനെ കുറിച്ചായാലും, ഏത് വിഷയത്തെക്കുറിച്ചായാലും സ്ത്രീകൾക്കെതിരായി തമാശ പറയുക. ഇപ്പോൾ ജോക്സ്, അത് ഫെമിനിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ തന്നെ അതിന് ആൻറ്റി ഫെമിനിസ്റ്റ് ജോക്സ് കൊണ്ടുവരുന്നുണ്ട്. അതൊരു വലിയ മൂവ്മെൻ്റാണ്. ഞാൻ പറഞ്ഞത് തമാശ പറയുക, അതുപോലെ കാര്യങ്ങൾ പറയുക. ഇപ്പോൾ ശരിയാണ്, വേണു ചോദിച്ചത് ഹണി റോസിൻ്റെ വിഷയത്തിലാണോ കോടതി ചൂടായത്, അതോ ഈ വിഷയത്തിലാണോ, റിമാൻഡ് തടവുകാരുടെ വിഷയത്തിലാണോ? ഇത് വളരെ എളുപ്പമല്ല അതിന് മറുപടി പറയാൻ. രണ്ടും ഒന്നിച്ച് ചേർന്നിട്ടാണ് ഞാൻ വിചാരിക്കണേ. കാരണം ഇന്നലെ ഈ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കുമ്പോൾ തന്നെ കോടതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ജാമ്യത്തിൻ്റെ വിധിന്യായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ അങ്ങനെ പറയാൻ പറ്റില്ല, വിചാരണ നടക്കുമ്പോൾ ഉണ്ടായ സംഗതി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ കണക്കാക്കുന്നത് വളരെ സീനിയറായ അഭിഭാഷകർ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായതിൻ്റെ കൂടി ഫലമായിട്ട് ഒരു പരിഗണന വെച്ച് അയാൾക്ക് ജാമ്യം കൊടുക്കുന്നു. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ നാടകം ആരംഭിക്കുന്നു, രണ്ടാമത്തെ നാടകം ആരംഭിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ശബരിമല വിഷയമോ അല്ലെങ്കിൽ മകരവിളക്കിൻ്റെ വിഷയമോ എന്തായാലും അയാളുടെ പ്ലാൻ ഇന്നലെ നടത്താൻ വിചാരിച്ച പ്ലാൻ അയാൾ മാറ്റിവെക്കുന്നു ഇന്നേക്ക്. എന്നിട്ടൊരു ഉണ്ടാക്കുന്ന ഒരു ഇന്നലത്തെ നടപടികളെ അത്രയും നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ സി ആർ? ഞാൻ ഒന്ന് രണ്ട് സംശയങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ ഒരു സെക്കൻഡ് സാർ, വക്കാലത്തെടുത്ത രാമൻപിള്ളയെ പറ്റി പറയുകയാണ്. അദ്ദേഹത്തിന്റെ കൂടി കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഇന്നലെ ജസ്റ്റിസ് പറഞ്ഞതാണ് സമയമില്ലാത്ത മനുഷ്യനാണ്. ആരാ? രാമൻപിള്ളയെ പറ്റിയാണ്. പ്രായമുള്ള മനുഷ്യനാണ്.
അദ്ദേഹം ഇന്നലെ വന്ന് ഈ കോടതി മുറിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ വൈകിയെടുക്കേണ്ട കേസായിട്ട് പോലും നേരത്തെ എടുത്ത് ഒരു തീരുമാനമുണ്ടാക്കിയതാണ്. ആ പരിഗണന ആ മനുഷ്യനോട് പോലും കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു ശക്തമായ നിലപാടെടുക്കുന്നത്. അപ്പോൾ ആരുടെ താല്പര്യമാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടത്? ചോദ്യം 1. ചോദ്യം 2, ഇവിടെ ഇത് ഒരു സെക്കൻഡ് അദ്ദേഹം പറയുകയാണ്, ഇന്ന് പറയുകയാണ് എന്തും വിലയ്ക്ക് വാങ്ങാമെന്നാണോ കരുതുന്നത്? അപ്പൊ ഇന്നലെ പറഞ്ഞത് എന്താണ്? രാമൻപിള്ളയെ പരിഗണിച്ചുകൊണ്ട് അതിവേഗം കാര്യങ്ങൾ നടത്തുന്നു, അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ തിരക്ക്, ഇതൊക്കെയാണോ ഈ കേസിൽ പരിഗണിക്കേണ്ടിയിരുന്നത്? ഇനി ചോദ്യം 2, ഇന്ന് പറയുകയാണ് എന്തും വിലയ്ക്ക് വാങ്ങാമെന്നാണോ കരുതുന്നത്? ബോബി നിയമത്തിന് മുകളിലാണോ? ഹൈക്കോടതിയോടാണ് കളിക്കുന്നത്, തടവുകാരുടെ കാര്യങ്ങളൊക്കെ അയാൾ നോക്കും, ജുഡീഷ്യറി ഒന്നും ഇനി വേണ്ട എന്നാണോ? ഇനി അടുത്ത വാചകങ്ങൾ കേട്ടോളൂ സിആർ. ബോബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അയാൾ അപമാനിക്കുകയാണ് ചെയ്തത്. അയാളുടെ ജാമ്യ ഉത്തരവ് എഴുതാൻ വേണ്ടി ഞാൻ 12:30 ഇറങ്ങി, എന്നിട്ടാണ് 3:30 ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നിട്ടും അയാൾ നാടകം കളിക്കായിരുന്നു. ആ ഭാഗം എന്തേ സിആറെ കാണാതെ പോകുന്നത്? 12:30 എന്തിനിറങ്ങണം? 3:30 അതിവേഗം ഈ ഉത്തരവ് എന്തിനിറക്കണം? അങ്ങനെ അതിവേഗം എന്തിനാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ പറയുന്ന ജയിൽ മോചനം ഉറപ്പാക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യം നീതിപീഠത്തിന് ഉണ്ടാകേണ്ടത്? അല്ല, അത് വേണു, ഒന്നാമത്തെ കാര്യം, കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന ജഡ്ജിയുടെ ഫെമിനിസ്റ്റ് വീക്ഷണത്തിലല്ല അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനം തോന്നുന്നത്. രണ്ടാമത് പറഞ്ഞ പണത്തിന് മീതെ ചില നീതിയുടെ പരുന്തുകളെങ്കിലും പറക്കും എന്ന പ്രഖ്യാപനത്തിലാണ്. ശരി, രാമൻപിള്ള സാധാരണ കോടതിയിൽ തന്നെ സീനിയറായ വക്കീലന്മാരെ ജഡ്ജിമാർ മുൻഗണന കൊടുക്കാറുണ്ട്. പേജ് വരിക, ഞാൻ കണ്ടിട്ടുണ്ട്, DGP വരിക, അതുപോലെയുള്ള ആളുകൾ വരികയാണെങ്കിൽ അവർക്കൊരു മുൻഗണന കൊടുക്കാറുണ്ട് കോടതി. അത് കോടതിയുടെ ഒരു പ്രസിഡൻസ് ആണ്. ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? രാമൻപിള്ളയ്ക്ക് കോടതി കൊടുത്ത മര്യാദ പോലും 3:30 ഞാൻ തയ്യാറാക്കിയത് ഇതിനാണ്. അങ്ങനെ പറയുന്നതോ? അതെ, 3:30 അയാൾക്ക് ഇന്നലെ തന്നെ പോവാൻ ഇന്നലത്തെ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടല്ലോ. അതിലെന്താണ് പറയുന്നത്? ബെയിലാണ് ന്യായം, ജയിലാണ് അന്യായം എന്ന് പറയുന്നതിന് അദ്ദേഹം ഉദ്ധരിച്ച വിധിന്യായങ്ങളിൽ 2 സിആർ ശ്രദ്ധിച്ചോ? ഒന്ന് ചിദംബരം. എത്ര ദിവസമാണ് അമിത്ഷാ പിടിച്ചകത്തിട്ടത്? അമിത്ഷായെ പിടിച്ചിട്ടതിനേക്കാൾ 1 ദിവസം അധികം ചിദംബരം കിടന്നതിന് ശേഷമാണ് ചിദംബരത്തിന് ബെയിൽ കിട്ടുന്നത്. അത് കോടതി അറിയാതിരിക്കുകയായിരുന്നോ? ആ വിധിന്യായമാണ്. അല്ലല്ലോ, സുപ്രീം കോടതി അറിയാതിരിക്കുകയായിരുന്നോ? അത് ഉന്നയിക്കുന്നു. രണ്ടാമത് മനീഷ് സിസോദിയുടെ കാര്യത്തിലും എത്ര നാളാണ് അയാൾക്ക് അകത്ത് കിടക്കേണ്ടി വന്നത്, അല്ലേ? ആ ബെയിലും ജയിലും പറഞ്ഞിട്ട് അതേ നാവുകൊണ്ട് ഇന്ന് ആ ന്യായാധിപൻ പറയുകയാണ് 2 ആഴ്ച കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കും, 1 മാസം കൊണ്ട് ഇതിന്റെ വിചാരണ പൂർത്തിയാക്കും, തട്ടി അകത്തിടും. അപ്പൊ ഈ ബെയിലും ജയിലും അപ്പൊ എവിടെ പോയി? ഇത്തരം പൊരുത്തക്കേടുകളില്ലേ? തീർച്ചയായിട്ടും അതാ ഞാൻ പറയാൻ പോകുന്നത് വേണു. ഞാൻ പറഞ്ഞത് അതൊരു സ്ത്രീപക്ഷ നീക്കമോ അല്ലെങ്കിൽ ഹണി റോസ് കേസിൽ ഹണി റോസിന്റെ അനുകൂലമായി, അല്ലെങ്കിൽ ഞാൻ ഹണി റോസ് എന്ന വ്യക്തിക്കല്ല, അവരെടുത്തൊരു നിലപാടിന് അനുകൂലമായ ഒരു വിധിയോ അല്ലാതെ ഒരു സംശയം അക്കാര്യത്തിലില്ല. കോടതിയുടെ ഡെക്കോറം, കോടതിയുടെ ബഹുമാന്യത, കോടതിയിലെ സീനിയോറിറ്റി, കോടതിയുടെ മാത്രമല്ല, ഇപ്പം ഇന്നലെ പറഞ്ഞ് ഇന്ന് പറഞ്ഞ് തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയാനാണ് ഞാനിപ്പോൾ പറയാൻ വന്നത്. അതായത് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് ഇന്നലെ പറഞ്ഞെങ്കിൽ രാമൻപിള്ള എന്ന വക്കീലടക്കം അവിടെ വന്നിരിക്കുന്നത് പണം കൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞ് രാമൻപിള്ളയുടെ ബഹുമാനം, പ്രായത്തിൻ്റെയോ സീനിയോറിറ്റിയോ ഒക്കെ ഞാൻ വിടുന്നു. ഇപ്പം രാമൻപിള്ള വരുന്നത് പണം കൊടുത്തിട്ട് തന്നെയാണ്, അദ്ദേഹം പണം മേടിച്ച് വാസിക്കുന്ന ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ, പ്രശ്നം അതല്ല വേണു. ഈ റിമാൻഡ് തടവുകാരുടെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ റിമാൻഡ് തടവുകാർക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അത് സത്യവുമാണ്. ബോബി ചെമ്മണ്ണൂർ ഇത് നടത്തുന്ന പോലെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു അടവ് പറഞ്ഞു എന്നല്ലാതെ അയാൾക്കതിൽ ആത്മാർത്ഥതയില്ല. നേരത്തെ നന്മമരം കാര്യം പറഞ്ഞ മാതിരിയാണ്, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് സജി നന്ദിയായിട്ട് പറഞ്ഞ കായങ്ങളും കൊച്ചിടേണ്ട കാര്യമല്ല. ഇത് 1000 തട്ടിച്ചിട്ട് 50 രാഹുൽ എന്താ പറയാമെന്ന് വേഗം ഒറ്റ സെക്കൻഡ് സിആർ. രാഹുൽ, ഈ കേസുമായി ഒരു ബന്ധമില്ലാത്തതല്ലേ? പുള്ളി ഏതെങ്കിലും കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ? പുള്ളി എന്തിനാ കരിവാരത്തേക്കുന്നത്? പുള്ളിയെ ഏതെങ്കിലും മണി ലോണ്ടറിംഗ് കേസിലോ തട്ടിപ്പ് കേസിലോ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ? നമ്മളങ്ങ് വിധിക്കുകയാണ് പുള്ളി മോശക്കാരനാണെന്നല്ലേ? അല്ല, ശിക്ഷിച്ച ആള് മാത്രമേ ഉള്ളൂ. ശിക്ഷിച്ച അദ്ദേഹത്തിനെതിരെ എത്ര കേസുകളുണ്ട്, എത്ര ആരോപണങ്ങളുണ്ട്, എത്ര പരാതികളുണ്ട്, ഇത് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ വെറുതെ പറയല്ലേ? കോടതി വിധി ഉണ്ടോ? എനിക്കറിയില്ല. കോടതി വിധി ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. കോടതി വിധി വരുന്നത് വരെ ഒരാൾ മാന്യനാണ്. നിങ്ങൾക്ക് വേണ്ടി പറയാം. ആരുമില്ലായിരുന്നു, ഇപ്പൊ പൂജയ്ക്ക് മണികെട്ടി ജസ്റ്റിസ് മണികെട്ടി. അത് തന്നെ ഞാൻ ഈ ഒരിക്കൽ ഒരാൾ പിടിക്കപ്പെടും. അല്ല, ഞാൻ അവിടെയാണ് രണ്ടാമത്തെ കാര്യം.
സോഷ്യൽ ഓഡിറ്റിംഗിന് എല്ലാവരും വിധേയരാകും. അതാണ് കാര്യം. അതുകൊണ്ട് ഇതിന് മുമ്പത്തെ പിടിക്കാത്തത് ആ ചോദ്യം പിടിക്കപ്പെടും. അതാ ഞാൻ പറഞ്ഞേ, അതായത് ഇതിനു മുമ്പ് നടത്തിയ തട്ടിപ്പുകൾ പിടിച്ചിട്ടില്ല എന്നതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല എന്നല്ല. ഞാൻ നിരവധി പരാതികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പരാതിക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ നീതിന്യായ സംവിധാനത്തിന്റെ ആ മുകളിലേക്ക് കയറി നീതി പിടിച്ചെടുക്കാൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അണി റോസിന്റെ കേസിൽ ഇയാൾ പെട്ടപ്പോൾ ഒരുപാട് പേർ ഉള്ളുകൊണ്ട് സന്തോഷിച്ചത്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ നിയമത്തിന്റെ വഴിയിലെ ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇയാൾ പെട്ടല്ലോ എന്ന് സന്തോഷിച്ച ആളുകളെ എനിക്ക് ധാരാളം അറിയാം. വേറൊന്നും ഉണ്ടല്ലോ, അവരൊന്നും സോഷ്യൽ മീഡിയയിൽ ശക്തരൊന്നുമല്ല. പക്ഷെ വേണു, ഞാൻ പറയുന്നത് ഇത് പലനാൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ എപ്പോഴെങ്കിലും പിടിക്കും, എപ്പോഴെങ്കിലും പിടിക്കപ്പെടും എന്നൊരു ഒരു ചൊല്ലുണ്ടല്ലോ. ഞാനങ്ങനെ പഴഞ്ചൊല്ലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എങ്കിൽ പോലും ഇവിടെ സംഭവിച്ചത് കുഞ്ഞിക്കണ്ണൻ ജഡ്ജി സാറ് വളരെ കൃത്യമായി ഇതിൻ്റെ ഒരു മർമ്മത്തിൽ തൊട്ടു. പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്ന് സാധ്യതയുണ്ടോ? അതൊരു മർമ്മപരമായ ചോദ്യമാണ്. അല്ലാണ്ട് ഇതൊരു ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു ഡോക്ടർ മാളവിക പറഞ്ഞെന്ന് തോന്നുന്നു, ഇതിൽ സ്ത്രീപക്ഷ അതൊന്നുമില്ല. സ്ത്രീപക്ഷ നിലപാടൊന്നുമല്ല ഈ വിധിയുടെ. കുഞ്ഞികൃഷ്ണൻ ആ ഭാഗത്ത് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അവിടെയാണ് ശ്രീ CR പറയുന്ന പ്രശ്നങ്ങൾ ഇനി ബാക്കി വരാൻ പോകുന്നത്. രാഹുലെ, ഇയാൾ കോടതിക്ക് മുകളിലാണോ? അതല്ല എന്ന് തെളിയിക്കും. പണം കൊടുത്തുകൊണ്ട് എല്ലാം കൈവശപ്പെടുത്താൻ കഴിയുമോ? അതൊക്കെ വലിയ അർത്ഥങ്ങൾ ഉള്ളതാണ്. അതൊക്കെ ഇനി പുതിയ നിയമയുദ്ധങ്ങൾക്ക് കളമൊരുക്കുന്നതുമാണ്. രാഹുൽ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കാര്യം പറയാം, എന്നാൽ ഇല്ല എന്ന് പറയാൻ കഴിയുമോ നമുക്ക്? ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, കോടതിയിൽ പോയിട്ടുണ്ടോ, ശിക്ഷിച്ചിട്ടുണ്ടോ, ആ വിധിന്യായം ഒന്നും എടുത്ത് വായിക്കാമോ? ഇവിടെ ഇപ്പോൾ ഈ PV കുഞ്ഞികൃഷ്ണൻ ജസ്റ്റിസ് കൃത്യമായി ഇന്നലെയും ഇന്നുമൊക്കെ ഈ കാര്യത്തിൽ ഇടപെടുകയാണ്. ഇന്നലെയും ഇന്ന് മാത്രമല്ല, 8-ാം തീയതി മുതൽ ഇടപെടുകയാണ് ഈ വിഷയത്തിൽ. അല്ലേ? നിങ്ങളൊരു സാധാരണ പൗരനാണ്, ഒരു സാധാരണക്കാരനാണ്. അതിൻ്റെതായ നിയമ നടപടികളുടെ അടിസ്ഥാനത്തിലെ ജാമ്യ ഹർജി പരിഗണിക്കും. 3 ദിവസം കഴിഞ്ഞ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യമായി വിളക്കെടുത്ത് അത്രയും ജാഗ്രതയോടെ പുറകെ പോവുകയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. എന്നിട്ട് കോടതിയിൽ ഒരു സെക്കൻഡ്, കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ ന്യായാധിപൻ ശ്രദ്ധിച്ചിട്ടും ജയിലിനകത്ത് എന്താ സംഭവിച്ചത്? ബോബി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് എന്താ? 26ഓളം പേർ വന്ന് എന്നോട് ആവലാതി പറഞ്ഞു. 5000-വും 10,000-വും കൊടുത്താൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയും, പറ്റുന്നില്ല എന്ന്, സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ പറ്റിയൊരു റിമാൻഡ് പ്രതിക്ക് 26 പേരെ കാണാൻ, അവരുടെ ആവലാതി കേൾക്കാൻ എങ്ങനെ പറ്റി രാഹുൽ? ശരി വേണുജി, കൃത്യം 1 മിനിറ്റ് ഞാൻ ടൈമർ വെച്ചാണ്. ആ 1 മിനിറ്റിലെ പോയിന്റ് നാട്ടുകാർ കേൾക്കണം. പിന്നീട് എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ഈ ചർച്ച തന്നെ കേരളീയ സമൂഹം വീണ്ടും വീണ്ടും കേൾക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ആ 1 മിനിറ്റ് മാത്രമേ എടുക്കൂ, തടയരുത്. അതായത് ശ്രീമതി ധന്യാരാമൻ ആദ്യം അന്യായമായിട്ട് ശ്രീ സജി നന്ദിയാട്ടിനെ ആക്രമിക്കുകയും ചൂണ്ടിക്കാട്ടുകയും ഡിഫെൻഡ് ഞാൻ 1 മിനിറ്റാണ് ചോദിച്ചത്. ഇനി എനിക്ക് അവസരം അവസാനം വരെ വെച്ചാൽ എനിക്ക് പറ്റും. പറയട്ടെ 1 മിനിറ്റ് കേൾക്കൂ. അതായത് ഈ ചർച്ച ധന്യാരാമൻജി ആ 1 മിനിറ്റ് കേൾക്കാനുള്ള മര്യാദ കാണിക്കൂ. 1 മിനിറ്റ്, കൃത്യം 1 മിനിറ്റ്. ഞാൻ ഒന്നുകൂടെ തുടങ്ങുകയാണ്. അതായത് ഈ ചർച്ചയിൽ ശ്രീമതി ധന്യാരാമൻ അന്യായമായിട്ട് ശ്രീ സജി നന്ദിയാട്ടിനെ വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്ത് ഞാനത് കയറി പ്രതിരോധിച്ചു. അതിനുശേഷം ശ്രീ സജി നന്ദിയാട്ടിന് കിട്ടിയ 5 മിനിറ്റിൽ 3 മിനിറ്റ് ബോച്ചയെ കുറ്റം പറഞ്ഞു, 1.5 മിനിറ്റ് എന്നെ കുറ്റം പറഞ്ഞു. എന്നിട്ട് അവസാനം പഞ്ചപുച്ഛമടക്കി ധന്യാരാമനോട് പറയുകയാണ് അത് എന്റെ ചർച്ച ഒരുപക്ഷെ കേട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കുമെന്ന്. അതിനുശേഷം വന്ന രാഹുൽ ചുമ്മാ പറഞ്ഞ അവിടെ അടിയൊന്നും ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിന് ഞാനൊരു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം 1 മിനിറ്റ് എന്നിട്ട് 5 മിനിറ്റ് ആയാലോ പറഞ്ഞുകൊണ്ടിരിക്കണോ? എന്തോ പറഞ്ഞു. എന്താണ് നിങ്ങൾ പറയാനുള്ളത് അത് പറയും. രാഹുൽ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. തന്നെ 1 മിനിറ്റ്, 1 മിനിറ്റ്. രാഹുൽ വേഗം. അല്ല, നിങ്ങൾ ടൈമർ സംസാരിക്കുന്നവരാണ്. ഇനി 30 സെക്കൻഡ് പറയാം. എന്നിട്ട് CR നീലകണ്ഠൻ സാർ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിന് വിമർശിക്കുന്നു. ഞാനിത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോ ശ്രീ വേണു എന്ന മറ്റൊരു പുരുഷൻ പറയുന്നു രാഹുലിന്റെ ഈ തന്ത്രത്തിൽ വീണു പോകല്ലേ സജി നന്ദിയാട്ടെ എന്ന്.
ഇതാണ് നമ്മുടെ കേരളത്തിലെ ശരി. പുരുഷന്മാരുടെ അവസ്ഥ. ശരി, അതായത് ശരി. ഒരു ശരി, രാഹുൽ. പുരുഷൻ ശരി, ന്യായമായ രാഹുൽ. ഒരു point പറഞ്ഞാൽ പോലും ശരി, രാഹുൽ തുടരണം. എന്തായാലും രാഹുലിന്റെ പിന്തുണ കേരളത്തിലെ പുരുഷന്മാർക്ക് വേണ്ട. രാഹുൽ ആരെ കണ്ടെന്ന് എനിക്കറിയില്ല. രാഹുൽ ആരെയാ കണ്ടെന്ന് എനിക്കറിയില്ല. ഏത് സ്ത്രീയാ പുരുഷനെ കണ്ടെന്ന്. എന്തായാലും നമ്മളത് രാഹുലിന്റെ കൂടെ ഇല്ല. എന്തായാലും ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അല്ല നമുക്ക് എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റും. എന്റെ കാര്യം പറയാൻ പറ്റും. രാഹുലിന്റെ ഒരു വക്കാലത്തും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഫെമിനിസ്റ്റുകളുടെ പറയാൻ പോകുന്ന പുരുഷന്മാരെ ഒരു വക്കാലത്തും ആവശ്യമില്ല രാഹുൽ. എന്തിനാണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇനി സ്ത്രീ താങ്കളുടെ കാര്യം പറഞ്ഞാൽ ഞാൻ എന്ത് പറയണം ഞാൻ തീരുമാനിക്കും. അതുപോലെ സ്ത്രീ വേണവും കൂടെ ഓർക്കേണ്ട ഒരു കാര്യം മീഡിയ വണിനോട് കൂടെയുള്ള വിമർശനമാണ്. അതായത് നമ്മുടെ നിഷാദും അജിൻസും അടക്കം രാഹുൽ ഈശ്വർ ഭയങ്കര സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞല്ലോ. ഓർക്കണം, ഹണി റോസിന്റെ 10 ഇരട്ടി വലിയ കേസായ അഖില ഹാദിയ കേസിൽ 77 ലക്ഷം രൂപ മേടിച്ചാണ് കപിൽ സിബൽ അഖില ഹാദിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത്. രാഹുൽ ഈശ്വർ ഫ്രീ ആയിട്ടാണ്. അവിടെ എത്തും. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. എല്ലാ ചാനലും മാഡം, നിങ്ങൾ 4 പേര് ബഹളം വെക്കുന്നതിനെക്കാട്ടി മേളിൽ എനിക്ക് ബഹളം വെക്കാൻ പറ്റും. പക്ഷെ മര്യാദ അല്ലാത്തതുകൊണ്ട് ഞാൻ തീർക്കുക. എനിക്ക് ഇനി അവസരം തരില്ല. ഇനി എല്ലാ ചാനലിലും വന്ന് ഒരേ കാര്യമാണ് പറയുന്നത്. കുറിച്ച് പറയണോ? പക്ഷെ അതൊക്കെ ആയിരിക്കുമ്പോഴും അല്ലല്ല, ഈ പാനലിലുള്ള എല്ലാവരുടെയും അറിവിലേക്കായി ഹാദിയ കേസിൽ വളരെ മാതൃകാപരമായ ഒരു സമീപനം ആ വിഷയത്തിൽ രാഹുൽ ഈശ്വർ എടുത്തിട്ടുണ്ട്. വസ്തുതയെ തന്നെ കാണണമല്ലോ. ഡോക്ടർ മാളവിക, ഇവിടെ ഈ പറയുന്ന 26ഓളം ആവലാതിക്കാരെ ഇയാൾക്ക് എങ്ങനെ കാണാൻ കഴിഞ്ഞു? ഈ 26 പേർ ഇങ്ങനെ വന്ന് ഇയാളോട് ആവലാതി എങ്ങനെ പറഞ്ഞു? ഇദ്ദേഹം ജയിൽ സന്ദർശിക്കാൻ പോയ ന്യായാധിപനല്ല. പിന്നെ എങ്ങനെയാണത് സാധിച്ചത്? ഒരു ജയിൽ DIG അവിടെ പോയി VIP സൗകര്യങ്ങൾ ഒരുക്കി എന്നതിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണോ? അപ്പോൾ തുല്യമായ നീതിയല്ല ജയിലിൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന് എന്നത് വ്യക്തമല്ലേ? ഇന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ശക്തമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ജയിലിനകത്ത് കിടന്ന് ഇങ്ങനെ വിലസിയാൾ പുറത്തിറങ്ങി എന്തൊക്കെ ചെയ്യുമായിരുന്നില്ല ഡോക്ടർ മാളവിക? അല്ല, ഓൾറെഡി എനിക്ക് തോന്നുന്നു സുകന്യ എന്ന് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇന്ത്യൻ ജയിലുകളിലുള്ള വലിയ കാസ്റ്റിസത്തിന്റെയും വലിയ വർഗ വ്യവഹാരത്തിന്റെയും ക്ലാസിസത്തിന്റെയും കണ്ടംപററി ആയിട്ടുള്ളതും ചരിത്രപരമായിട്ടുള്ള എവിഡൻസോടെ അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ ജയിലുകൾ വെളിയിൽ വന്നിട്ടില്ല. എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ആദ്യം ഉള്ള ട്രയലിന്റെ സമയത്ത് പോലീസുകാർ നിങ്ങളോട് മോശമായി പെരുമാറിയോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നു. ഒരു എത്ര ദളിത് മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാറില്ലല്ലോ. അപ്പം ചില കുറ്റവാളികളെ ഇന്ന രീതിയിൽ Z ക്ലാസ് സെക്യൂരിറ്റിയോടെ കൈകാര്യം ചെയ്യണം എന്ന ആ രീതിയിലാണ് ഇപ്പോഴും പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റിന്റെ പല മെക്കാനിസംസും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ബോബി ചെമ്മണ്ണൂർ ഈ വെക്കുന്ന വാദങ്ങളെല്ലാം തന്നെ കള്ളമായിരിക്കാനാണ് ചാൻസ്. 26 പേരെ കണ്ടതും അവർക്ക് വേണ്ടി നിൽക്കാൻ പോകുന്നു എന്ന് പറയുന്നതൊക്കെ ഗിമിക്സ് ആകാനാണ് ഏറ്റവും വലിയ ചാൻസ്. അങ്ങനെ ഗിമിക്കുകൾ ചെയ്യാൻ ഭയങ്കര പൊടിക്കൈകൾ കൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ഭയങ്കര കേമനായിട്ടുള്ള ഒരു മനുഷ്യനും കൂടെയാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പം ആട്ടം എന്ന് പറഞ്ഞ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. അതിനകത്ത് ഒരു സ്ത്രീക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അവരുടെ നാടക സംഘത്തിലുണ്ടായ എല്ലാവരും അവരുടെ പക്ഷത്ത് നിന്നിട്ട് പിന്നീട് ആ ലൈംഗിക അതിക്രമം ചെയ്തു എന്ന് വിചാരിച്ചിരുന്ന ആള് വന്നു കഴിഞ്ഞ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ അവസരം കൊടുക്കാന്ന് പറയുമ്പോൾ ഇവരുടെ സ്റ്റാൻഡുകൾ മുഴുവനായിട്ട് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഇതാണ് പല കേസുകളിലും സംഭവിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് ഒരാളിൽ നിന്ന് എന്ത് നേട്ടം കിട്ടാം, അല്ലെങ്കിൽ എന്റെ ജീവനോപാധി അയാളുടെ ബിസിനസ്സുമായിട്ട് ചേർന്നിരിക്കുന്നെങ്കിൽ അയാൾക്ക് ജയ് വിളിക്കുന്ന ഒരു സമൂഹത്തിനെ നമുക്ക് കാണാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് 3 മേജർ കേസുകളാണ്. ഒന്ന് പത്തനംതിട്ടയിലെ ദളിത് പെൺകുട്ടിയുടെ വളരെ നമ്മുടെ ഹാർട്ട് റെഞ്ചിങ് ആയിട്ടുള്ള 5 വർഷത്തെ പീഡനം നമുക്ക് കാണാൻ പറ്റി. ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ എന്ന് അറിയില്ല, ഒരു കുട്ടി നിറം കുറവാണ് എന്ന് പറഞ്ഞ അധിക്ഷേപം കാരണം. ശരിയാണ്. മാളവിക പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന അനുയായി വൃന്ദം ഇങ്ങനെ വന്ന് ഒരു രക്ഷകനെ സ്വീകരിക്കുന്നത് പോലെ ബോബിയെ കാണുന്നത്? അതിന്റെ പിന്നിലെ സാമ്പത്തികമായ അവരുടെ പരാധീനതകൾ എന്താണ്? അതിലേക്കാണ് സജിയും വിരൽ ചൂണ്ടിയത്. ശ്രീ സജി നന്ദിയാട്ട്, ഇന്നലെയും ഇന്നുമൊക്കെ അവിടെ സ്ത്രീകൾ കൂടുന്നുണ്ടായിരുന്നു ഈ ജയിലിന് പുറത്ത്.
അത് ഈ ബോബിയുടെ PR ടീം തയ്യാറാക്കിയ ആൾക്കൂട്ടം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഫിജി കാർട്ടിൻ്റെ ഈ പറയുന്ന പോസ്റ്ററുകളുമൊക്കെ വെച്ചുകൊണ്ടാണ് അവർ പുറത്ത് നിന്നിരുന്നത്. അങ്ങേക്കറിയുന്നതാണല്ലോ, ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് സ്ഥാപനമാണ്. അതിൽ വനിതകളാണ് കൂടുതലായും ഉള്ളത്. ഒരു മണി ചെയിൻ മോഡലിലാണത് പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. അതിന് കൃത്യമായ ലൈസൻസ് ഇല്ല. കേന്ദ്ര നിയമത്തിൻ്റെ ചില അപാകതകളുടെ പഴുതുകൂടെ ഇദ്ദേഹമൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ നിയമം മാറ്റിയിട്ട് സംസ്ഥാനങ്ങൾ അതിൻ്റെ മേൽ നിലപാടെടുക്കൂ എന്ന് കേന്ദ്രം അറിയിച്ചു. ഇവിടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അതിൻ്റെ അപ്രൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ചുമതലപ്പെടുത്തി. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ മൂക്കിന് താഴെയാണ് ഈ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഈ 2015-ലും 2017-ലും VS 2000 കോടിയുടെ വരെ ആക്ഷേപം ഉന്നയിച്ചൊരു കാര്യവും കൂടിയുണ്ട് ഇതിനകത്ത്. അങ്ങേക്കൊക്കെ അറിയുന്ന പോലെ സ്വർണ്ണച്ചിട്ടി തട്ടിപ്പ്, RBIയുടെ നിയമവ്യവസ്ഥകൾ ലംഘിക്കുന്നു ബോബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുമുതൽ ഈ പറയുന്ന ഫിജി കാർട്ട് വരെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സർക്കാർ അറിയാതിരിക്കുന്നതാണോ? ഇപ്പോൾ ശക്തമായി ഈ ബോച്ചയുടെ കാര്യത്തിൽ നടപടിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി ഇന്നും പ്രതികരിക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ പോകാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഒറ്റ കാര്യം കൂടി, ഈ വനിതകളുടെ അവസ്ഥ അറിയാമല്ലോ. ഈ വനിതകളെ അവിടെ കൊണ്ടുവന്ന് തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇന്നലെ പറഞ്ഞ പ്രകാരം ഒരു വനിത ഇന്നവിടെ പെരുമാറുകയുണ്ടായി. അങ്ങ് ആ ദൃശ്യങ്ങൾ കണ്ടോ എന്നറിയില്ല. സാറേ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയാനാണ് പോയത്. നേരത്തെ തയ്യാറാക്കി നിർത്തിയിരുന്നതാണ്. പക്ഷെ സാഹചര്യം അറിയല്ലോ, അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സാറേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാൻ നോക്കിയപ്പോൾ ഈ ബോബിയുടെ അഭിഭാഷകൻ ബോബിയെ കൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ ഈ സ്ത്രീയെ തള്ളി മാറ്റുകയാണ്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? സാറേ തേങ്ങാ പിണ്ണാക്ക് എന്ന്. അപ്പോൾ ഒരാവശ്യത്തിന് കൊണ്ടുവരിക, അതിന് തടസ്സമാണെന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലാണ് തള്ളി എറിയുക? ഇതാണോ ഈ ബോബിയുടെ ഈ പറയുന്ന അണികൾ? അങ്ങനെയെങ്കിൽ ഇത്തരം കൊടിയ ചൂഷണങ്ങൾ ബോബി നടത്തിക്കൊണ്ടിരിക്കുന്നത് അറിയാത്തൊരു സർക്കാരാണോ ഇവിടെ നിൽക്കുന്നത്? വേണു, കഴിഞ്ഞ ഈ ആദ്യം ഈ ബോബിയുടെ ചർച്ച എടുക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വർ ഞാൻ ഒരു പാനലിലുണ്ട്, ഒരു ചാനലിൽ, പ്രമുഖ ചാനലാണ്. ആ ചാനൽ ചർച്ച കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഇടുക്കിയിൽ നിന്ന് കുറെ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചു. അവരുടെ ലീഡർ എന്നെ വിളിച്ചു. എൻ്റെ ഇപ്പോഴും വോയിസ് മെയിലുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന മണി ചെയിൻ മാതൃകയിൽ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് അവർ എന്നോട് പറഞ്ഞു. അവർക്ക് അബദ്ധം പറ്റി, തേയിലത്തൊഴിലാളികളാണ്. അപ്പോൾ വേണു പറഞ്ഞ വളരെ കറക്റ്റാണ്. 2015-ലാണ് ശ്രീ VS അച്യുതാനന്ദൻ 2000 കോടി അഴിമതി ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. അന്ന് ലൈവായിരുന്നു. ലൈവ് പല ചാനലുകാരും കട്ട് ചെയ്തു. അത് പോട്ടെ, 2017 ശ്രീ VS വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ മീഡിയ അദ്ദേഹത്തെ വളർത്തി. അദ്ദേഹം അത് നല്ല വളർക്കുള്ള മണ്ണാണ്. കാരണം ഇവിടെ ഇപ്പോഴും എന്ത് പറഞ്ഞാലും വിസ തട്ടിപ്പ് നടക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ ഈ ആധുനിക ലോകത്ത് ഇപ്പോഴും ബ്ലേഡ് കമ്പനി 20% പലിശ പറഞ്ഞാൽ അതുകൊണ്ട് ഇടാൻ ആളില്ല. ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഏത് തട്ടിപ്പും ചിലവാകും. പാവങ്ങളാ പറയും, ഞങ്ങൾ വലിയ വിവരവും ബോധവും ബുദ്ധിയുള്ളവരാണ്. അതൊക്കെ വെറുതെ കുറച്ച് പേർക്കേ ഉള്ളൂ. ഇത് നല്ല PR വർക്കാണ്. ഈ PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ ആൾ നിർത്തിയിരിക്കുക. പ്ലാക്കാർഡ് ഇറങ്ങി എഴുതിയത് ഒരു സെന്ററിൽ വെച്ചാണ്. ഇവരുടെ ആൾക്കാരാണ്, പണം കൊടുത്തതാണ്. കാരണം കോടികളുണ്ട്. ജനങ്ങൾ 25 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, മലബാറിലൊരു മുസ്ലിം സഹോദരൻ ബ്ലഡ് മണി കൊടുക്കാൻ 1 കോടി രൂപ അത് കൊടുത്തു. അന്നാണ് ബോച്ചറ്റിയുടെയും ഈ പറഞ്ഞ ലോട്ടറിയുടെയും ഈ ലോഞ്ചിങ്. അതിനുവേണ്ടി മാറ്റിവെച്ച 5 കോടി രൂപ പരസ്യത്തിന് പകരം 1 കോടി രൂപ ഇവിടെ കൊടുത്ത് പരസ്യം. ഓക്കെ, ആ 100 കോടിയുടെ പരസ്യം കിട്ടി. ഒരു സമൂഹത്തെ കൂടെ നിർത്താൻ പറ്റി. വളരെ ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ. അതായിക്കോട്ടെ, ബിസിനസ് പക്ഷേ അതായത് ബിസിനസ്സാണ്. പക്ഷെ നന്മപരമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം, ഇവിടെ മറഡോണയുടെ പ്രതിമയായിട്ട് ഓടിയല്ലോ. ഞാൻ ഖത്തർ ലോകകപ്പിൽ കൊണ്ടുവെക്കാനാന്ന് പറഞ്ഞ് എവിടെ കൊണ്ടുവച്ചു? ഇങ്ങനെ കുറെ ഗിമിക്സ്, രക്തബാങ്ക് ഗിമിക്സ്, പാവങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുന്നു ഗിമിക്സ്. പിന്നെ ചെറുപ്പക്കാരെ കൂടെ നിർത്താൻ കുറെ അസഭ്യ വർഷങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. കുന്തിദേവി പാണ്ഡുവിന്റെ ഭാര്യ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവിന്റെ സഹോദരി, 5 വരം ലഭിച്ചിട്ട് ഒരു വരം അവസാനം തന്റെ ഭർത്താവിന്റെ 2ാം ഭാര്യയ്ക്ക് കൈമാറിയാൽ. അങ്ങനെ നകുലനും സഹദേവനും ഉണ്ടായി. ഈ ചരിത്രം എടുക്കുമ്പോൾ അറിയാം, ഈ കുന്തിദേവി എന്ന് പറഞ്ഞ പരാമർശം പോലും അതിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞിരുന്നത്. എല്ലാവർക്കും അറിയാം, ഈ മലയാളിക്ക് എല്ലാം അറിയാം. പക്ഷേ മാളവിക, കോടതി വടിയെടുത്തപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ശരീരഭാഷയും പ്രതികരണ രീതിയും എല്ലാം മാറിയതെന്ന് നാം കണ്ടതാണ്. ഇതുപോലെ തന്നെ അധികാരമുള്ളതാണ്, ജനകീയ അധികാരമുള്ള സംവിധാനമാണ് സർക്കാർ എന്തേ വടിയെടുക്കാത്തത്? ഇനിയെങ്കിലും അത് ചെയ്യുമോ? കാരണം ഈ വിഷയത്തിൽ മാത്രമല്ല, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നു. അതിലേക്ക് സജീവര ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിന്റെ റിപ്പോർട്ട് വളരെ വ്യക്തതയോടുകൂടെ കൃത്യമായിട്ടുള്ള ക്ലോസസോടുകൂടെ തന്നെ പോലീസ് സമർപ്പിച്ചതിന്റെയും കൂടെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനോട് കൂടെ ചേർത്ത് പറയേണ്ട
സോറി, എനിക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനോട് കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ബോബി ചെമ്മണ്ണൂരുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഇദ്ദേഹം ചെയ്തിട്ടുള്ള വെട്ടിപ്പുകളുടെ വൻ നിരകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഓരോന്നായിട്ട് ഇതുവരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഇമ്പ്യൂണിറ്റി, അതായത് എനിക്കെതിരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, എന്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് എതിരെ യാതൊരു വിധത്തിലുള്ളയും ചോദ്യങ്ങൾ പോലും വരികയില്ല എന്നുള്ള ആ ഒരു അഹന്ത, പണത്തിന്റെ ഹുങ്ക് ഇതോടെ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കൊണ്ടുവന്ന ഈ ഒരു കൂട്ടത്തിനെ തന്നെ ഇന്ന് അദ്ദേഹത്തിന് വളരെ ഹർഷാരവത്തോടെ ആനയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കൂട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യരോട് തന്നെ നിങ്ങൾ ചോദിച്ചാല് അവരവരുടെ പെൺമക്കളെയോ അല്ലെങ്കിൽ അവരുടെ അനിയത്തിമാരെയോ ഒന്നും ബോബി ചെമ്മണ്ണൂറിന്റെ കൂടെ ഒരു പരിപാടിയിലേക്ക് വിശ്വാസത്തോടെ വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലെയുള്ള ഞാൻ പറയാം വേണോ, ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ ശ്രീ ബോബി ചെമ്മണ്ണൂരുമായി ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനോട് സർക്കാരിന് വിരോധം പറയാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറയും, എൻ്റെ വിലയിരുത്തലാണ്, എൻ്റെ അനുമാനമാണ്. ബോബി ചെമ്മണ്ണൂർ ലോട്ടറി തുടങ്ങി, ഒറ്റ നമ്പർ ലോട്ടറി പോലെ കൂപ്പൺ മാതൃകയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ലോട്ടറി നിയമത്തിൽ. കാരണം കൂപ്പൺ മാതൃക അസോസിയേഷൻസ്, പള്ളികൾ, അമ്പലങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊരു ലോട്ടറി തുടങ്ങിയപ്പോൾ സർക്കാരിന് ലോട്ടറി അത് സാരമായി ബാധിച്ചു. സർക്കാരിന് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒറ്റ ലോട്ടറിയുടെ കാര്യത്തിൽ മാത്രമല്ലോ, പിടിക്കാൻ സർക്കാർ തീരുമാനിക്കണമെങ്കിൽ മറ്റൊരുപാട് വഴികളുണ്ട്. ഒരു സെക്കൻഡ്, ശ്രീ സി ആർ വേഗം. 15-ന് VS പറയുമ്പോൾ ഈ പറയുന്ന CPM ഭരണത്തിലില്ല. 17-ൽ VS പറയുമ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ കൂടിയാണ്. ആരുടെ ഭരണം? ഏത് തരത്തിൽ അതിനെ പരിഷ്കരിക്കേണ്ടതാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് VS പറഞ്ഞത്. എന്നിട്ട് ആര് കേട്ടു? ശ്രീ CR VS-നെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോയത് ഈ വിഷയത്തിൽ. എനിക്ക് നന്നായിട്ടറിയാം. ഈ രേഖകൾ പലവട്ടം മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ആളുകൾക്കും എത്തിച്ചു കൊടുക്കാൻ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ VS പറഞ്ഞ രേഖകളും VS-ന് അതിന് അനുബന്ധമായ ഇയാളുടെ തട്ടിപ്പ് രേഖകളും, ഇയാളുടെ മണി ചെയിൻ തട്ടിപ്പും സ്വർണ്ണ ചെയിൻ തട്ടിപ്പും ഒക്കെ, ഇത് ഒരിക്കലും ഇവിടെ ഒരു ഗവൺമെൻറ് എടുത്തില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജയിൽ DIGO DGP ആരോ ഒരാൾ ഇയാൾക്ക് സഹായത്തിനായി ജയിലിൽ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. പണ്ടൊരു സിനിമാ നടന്റെ വിഷയത്തിൽ നമ്മളിത് കണ്ടതാണല്ലോ. പാവം നിലത്ത് കിടന്നുറങ്ങുന്നു എന്ന് വിഷമിച്ച ഒരു വനിതാ പോലീസ് ജയിൽ ഉദ്യോഗസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ഇയാൾക്ക് ജയിലിലും എക്സിക്യൂട്ടീവ് സംവിധാനത്തിലും നല്ല പിടിപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി. അതുകൊണ്ട് മാളവിക ബിന്നി പറഞ്ഞ പ്രതീക്ഷ എനിക്ക് വളരെ കുറവാണ്. ശരി രാഹുൽ, ഒറ്റ വരിയേ ഉള്ളൂ. ഈ ചർച്ച കൂടുതൽ ആൾക്കാർ കാണണം. അവസാനം എവിടെ എത്തി നിൽക്കുന്നത്? ബോച്ചയോട് സർക്കാരിന്റെ ദേഷ്യം ഒറ്റ നമ്പർ ലോട്ടറി തുടങ്ങിയാണെന്ന്. ബോച്ചയ്ക്ക് വിരോധമുള്ളവർ പ്രതികാരം തീർക്കുകയാണ് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നി അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇയാൾ വേണ്ടാതിനും ചെയ്തിട്ടില്ല. എന്താണ് അയാൾ വേണ്ടാതിനും ചെയ്തിട്ടാണ് വീഡിയോസ് ഉണ്ടായിട്ടും ഒരു മിനിറ്റ്, ഇത്രയും കുറ്റകൃത്യം ചെയ്തിട്ടും ഇത്രയും മോശം വീഡിയോസും മോശം കമന്റ്സും പറഞ്ഞിട്ടും സർക്കാരിന്റെ ഗസ്റ്റായിട്ട് അയാൾ ഇരുന്നിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അവർ റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രോഗ്രാമുകളിൽ മനുഷ്യർ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവർ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇന്റലിജൻസിന്റെ പെർമിഷൻ വേണം. എങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരൊക്കെ ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുത്തത്? ഞങ്ങളൊക്കെ വെളിയിൽ നിൽക്കുക, അല്ലെങ്കിൽ ദളിത് ആദിവാസി മേഖലയിൽ നിന്ന് ഒരു പ്രതിനിധി പോലും CM-ന്റെ അടുത്തേക്ക് പോകാൻ പറ്റാതിരിക്കെ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആൾക്കാർ എന്തോ പ്രഥമ പൗരനൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു, ചായ കുടിക്കുന്നു, കോഫി കുടിക്കുന്നു, എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം. അപ്പോൾ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തെ കുറിച്ച് എന്താണ് പറയേണ്ടത്? ആരാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? ശരി, സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും കോടതിയെ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം തരാമോ? സമയം കഴിയുകയാണ്. വേഗം. രാഹുൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഉണ്ട്. ശ്രീ ബോബി ചെമ്മണ്ണൂർ ഹോട്ടലിൽ ഒരു സ്ത്രീയുമായിട്ടുള്ളത്. ഞാനത് പറയുന്നില്ല. അതേക്കുറിച്ച് അത് രാഹുൽ കണ്ടിരുന്നോ?
രാഹുൽ വേഗം മറുപടി, എന്നിട്ട് എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. രാഹുൽ വേഗം മറുപടി. ബോച്ചെ ചെയ്ത എല്ലാ തെറ്റുകളെയും നമുക്ക് തെള്ളി പറയാം. പക്ഷെ നാളെ സജി നന്ദിയാട്ടിനെതിരെ ഒരു ചോദ്യം വന്നാൽ അങ്ങ് പോലും കാണില്ല, രാഹുൽ ഈശ്വർ മാത്രമേ കാണൂ. ശരി, വീണ്ടും ആ പഴയ കാർഡ്. എന്തായാലും സമയം കഴിയുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സമയം കഴിഞ്ഞു. ഞാൻ ഇടപെടുകയാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. സമയം കഴിഞ്ഞതുകൊണ്ട് ശരി, സമയം കഴിഞ്ഞുകൊണ്ട് ഇടപെടുകയാണ്. എന്തായാലും കോടതിയെ ബോബി ചെമ്മണ്ണൂർ വെല്ലുവിളിച്ചു. ഒറ്റ ദിവസം കൊണ്ട് കോടതി ബോബി ചെമ്മണ്ണൂരിനെ നിലയ്ക്ക് നിർത്തി. ഈ പറയുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നതുകൊണ്ട് ബോബി സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോടതിയെടുത്ത നടപടി പോലെ സർക്കാർ ബോബിക്കെതിരെ നടപടിയെടുക്കുമോ? അതാണ് ഇനി അറിയേണ്ടത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.